കൊല്ലം ലോക്സഭാ മണ്ഡലം തിരികെ പിടിക്കുമെന്ന LDF സ്ഥാനാർത്ഥി M. മുകേഷ് അനുകൂലമായ സാഹചര്യമാണ്. ഇടതുപക്ഷത്തെ വിജയിപ്പിക്കേണ്ട ആവശ്യകത ജനങ്ങൾക്ക് ബോധ്യമുണ്ടെന്നും M. മുകേഷ് മീഡിയ വണ്ണിനോട് പറഞ്ഞു. ഏകദേശം 2 മാസം നീണ്ടുന്ന വലിയൊരു സമയമാണ് ലഭിച്ചത്. എങ്ങനെ തോന്നുന്നു? കാര്യം മണ്ഡലം മൊത്തം പലതവണ കറങ്ങിക്കഴിഞ്ഞു. അല്ല, നമ്മളുടെ ആവേശം ഇങ്ങനെ വർദ്ധിക്കുന്നു എന്നൊക്കെ പറയുന്നതിനകത്ത് കാര്യമില്ല. കാരണം നമ്മൾ ആവേശം വർദ്ധിച്ചു തന്നെ ആവണം. എന്നാൽ ജനങ്ങളുടെ ആവേശം നിങ്ങളിപ്പോ കണ്ടതാണ്. ആരോ ഒരാള് എന്തോ ഒരു ചെറിയ മിസ്റ്റേക്ക് പറഞ്ഞതിന് എല്ലാവരുടെ ഒരു സംഘമായിട്ട് അവർ പറയുന്ന തെറ്റാണ് എന്ന് പറയുന്ന ഒരു ആവേശം, ഇതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുകയൊന്നുമില്ല, അവരുടെ ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ്. ആ തരത്തിലുള്ള ആവേശം, കാര്യം ഇത് പൊറുതിമുട്ടിയ ഒരു ആവേശമാണ്, ഇത് മതിയായ ഒരു ആവേശമാണ്. ഈ ആവേശം ഒരു പൊട്ടിത്തെറിയാണ് മറ്റന്നാൾ നടക്കാൻ പോകുന്നതെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഈ ആദ്യഘട്ടത്തിൽ എതിർ സ്ഥാനാർത്ഥി ഉൾപ്പെടെ പറഞ്ഞിരുന്നത് ഒരു നടനായിട്ട് വന്നു നിൽക്കുന്നു. പക്ഷേ വിഷയങ്ങൾ മാറി മറിഞ്ഞു. ഒത്തിരി വിഷയങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയായില്ല. അല്ല, എല്ലാ ദിവസവും വിഷയങ്ങളല്ലേ, ഓരോ ദിവസവും വിഷയങ്ങൾ. ഇന്നിപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആസാം മുഖ്യമന്ത്രി, പണ്ട് കോൺഗ്രസ് ആയിരുന്നു, ഇപ്പം BJPയുടെ മുഖ്യമന്ത്രി പറയുകയാണ് കേരളത്തിൽ ഒരു സംഘം കോൺഗ്രസുകാർ ചർച്ച നടത്തി കഴിഞ്ഞു, ഇലക്ഷൻ കഴിഞ്ഞാൽ അവര് സെപ്പറേറ്റായിട്ട് മാറിയിട്ട് NDAയിൽ ചേരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതാരാണ്? അത് ഇവർക്കറിയാമോ? നമ്മുടെ ആളുണ്ടോ അതിനകത്ത്? ഇവര് ഈ മാറാൻ നിൽക്കുന്നവര് മാറിക്കഴിഞ്ഞല്ലോ. മുഖ്യമന്ത്രിമാര് 2 മുഖ്യമന്ത്രിമാരുടെ മക്കൾ മാറിക്കഴിഞ്ഞപ്പം അത്ഭുതപ്പെടാനൊന്നുമില്ല. പക്ഷേ ഇത് സത്യമാണോ? തള്ളി പറയുന്നോ? ഇവര് ആരൊക്കെയാണ് അതിന്റെ പിന്നിൽ? അങ്ങനെ ഓരോ ദിവസവും ഗംഭീരമായിട്ടുള്ള നമ്മളെ കേരളത്തിലെ പ്രത്യേകിച്ച് ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് UDFും കോൺഗ്രസും മുന്നോട്ട് വെക്കുന്നത്. ഇന്ത്യ മുന്നണിയുടെ ഭാഗമായതാണ് ഇപ്പോൾ അങ്ങുൾപ്പെടെയുള്ള CPMും അതോടൊപ്പം തന്നെ കോൺഗ്രസും. പക്ഷേ കേരളത്തിൽ രാഹുൽ ഗാന്ധി വന്ന് പിണറായി വിജയനെതിരെ പറയുന്നു. അപ്പോൾ തിരികെ ഒരു മറുപടി PV അൻവർ അതിലേക്ക് ഇടപെടുന്നു. അതൊരു മോശമായൊരു രാഷ്ട്രീയ അവസ്ഥയിലേക്കാണോ പോകുന്നത്? അല്ല, അതിനകത്തൊന്നും ഞാൻ ഇപ്പോൾ ഒരു സ്ഥാനാർത്ഥി എന്നുള്ളതിൽ മറ്റന്നാൾ ഇലക്ഷൻ നടക്കുമ്പോഴത്തേക്ക് അതിനകത്തൊന്നും വഴിതിരിഞ്ഞു പോകുന്നില്ല. നമ്മൾ ഇപ്പോൾ പറയുന്നത് ഇതിനെല്ലാത്തിനും ഒരു മറുപടിയാണ്, നമ്മൾ ഇടതുപക്ഷത്തിനെ വിജയിപ്പിക്കണം. എന്നാൽ അതാണ് ഏറ്റവും വലിയ റെമഡി. എല്ലാത്തിനും പരിഹാരം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ശക്തമായ ഒരു ഇടതു നിര തന്നെ വരണം, അല്ലെങ്കിൽ ഊർന്നു പോകും കയ്യിന്ന്. ഈ NK പ്രേമേന്ദ്രൻ പറയുന്നത് 1.5 ലക്ഷം പേരെ നേരിൽ കണ്ട് ഷേക്കൻഡ് കൊടുത്ത് കഴിഞ്ഞു എന്നാണ്. എന്താണ് അങ്ങയുടെ ഒരു പ്രചരണ രീതി? എങ്ങനെയാണ്? 2 ലക്ഷമാണ് കേട്ടോ. 50,000 ഒക്കെ ഒരു നിമിഷം കൊണ്ട് നിങ്ങൾ ഇല്ലാതാക്കരുത്. എന്റെ അടുത്ത് വന്ന് ചോദിച്ച 3 പത്രക്കാരും 2 ലക്ഷം എന്നാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ആൾക്കാരുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒന്ന് എണ്ണിക്കൊണ്ടേന്ന് പറഞ്ഞു. ഇവര് 3-3.5 ലക്ഷം വരുമ്പം കണക്ക് തെറ്റുന്നു. ഞാൻ പറഞ്ഞു, ഇനി ആരും എണ്ണണ്ട. അതൊരെണ്ണം. 2, ഈ കൈ കൊടുക്കുമ്പം ഇദ്ദേഹത്തിന്റെ ഇത് ഞാൻ സൂം ചെയ്ത് നോക്കിയിരുന്നു, വീഡിയോ എന്തോ പറയുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു വോട്ട് ചെയ്യണമെന്നാണ്. പക്ഷെ ഇപ്പോഴാണ് മനസ്സിലായത് 355, 367 എന്നൊക്കെ പറഞ്ഞിട്ട് എണ്ണുവാണ്. ആരെങ്കിലും കേക്കാൻ കൊടുക്കുമ്പോൾ എണ്ണുന്നത് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. LDFന് വേണ്ടി മണ്ഡലം തിരികെ പിടിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് M. മുകേഷ്. കൊല്ലത്ത് നിന്ന് ക്യാമറ പേഴ്സൺ മനോജ് PL-നൊപ്പം ലിജോ റോളൻസ്, മീഡിയ 1.